അങ്ങനെ ജിം കഴിഞ്ഞ് വണ്ടി എടുത്ത് ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാ. ഇതാണ് ഇപ്പോഴത്തെ കുട്ടി. അണയ്ക്കുവാണ്, വയ്യ. ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പറ്റുന്നില്ല. ഓ, സ്റ്റാർട്ടായില്ല വണ്ടി. ഇതൊന്നും സ്റ്റാർട്ടാവാത്തേ. ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്യാം. What happened to the വണ്ടി? ഓ, ന്യൂട്രൽ ഇട്ടിട്ട് വേണം. ഓട്ടോമാറ്റിക്. എടുക്കുമ്പോഴേക്ക് ചുമ്മാ കൂളാവാണ്. Welcome to Kerala Cab. ചേക്കണേ. ഞാൻ ചെങ്ങന്നൂർ മുളക്കഴയാണ് ജിമ്മ് ചെയ്യാനുള്ളത്. ഇങ്ങനെ അടിച്ച് നിന്നച്ചൊരു പോക്കാണ്. റോഡ് പലയിടത്തും പണി നടക്കുക. പൈപ്പ് ലൈൻ ഇടുന്നതിൻ്റെ, വാട്ടർ പൈപ്പ് ലൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് ഓടിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഞാൻ ബാക്ക് ടു കേരളത്തിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പഠിച്ചു വന്നേക്കുവാണ്. 4 സൈഡിലൂടെ കണ്ണുണ്ടെങ്കിലേ കേരളത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുള്ളൂ. ലൈറ്റ് ഇട്ടങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പം അവിടെ പോയിട്ട് എൻ്റെ യങ്ങ സിസ്റ്ററിനെയും കൂടെ കളക്ട് ചെയ്യണം. ആൻറ്റിയുടെ വീട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബ്ലൗസ് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലൗസ് മേടിക്കാൻ ജെസ്സി ആൻറ്റി എടുത്തു പോകുന്നു. ഞങ്ങളുടെ ബ്ലൗസൊക്കെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ജെസ്സി ആൻറ്റിയാണ്. എസ്പെഷ്യലി ശ്വേതയുടെയും ജുവലിൻ്റെയും ഒക്കെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ജെസ്സി ആൻറ്റിയാണ്. നന്നായിട്ട് ഒക്കുന്നുണ്ട്. അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. റോളർ കോസ്റ്റർ പോകുന്നതുകൊണ്ടാണ് ഇവിടെ കൂടെ പോകുന്നത്. ഓരോ വണ്ടി ഇടുമ്പം ചവിട്ടി നിർത്താനേ പറ്റത്തുള്ളൂ. ഒന്ന് ഹീറ്റപ്പ് ആയതിൻ്റെ സുഖം ശരിക്കുമുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഇതുപോലൊന്നും അല്ല. നല്ല കട്ട മടിയാണ്. മടി എന്നൊക്കെ പറഞ്ഞാൽ 1.5 മടിയാണ്. ഇപ്പം എനിക്ക് എൻ്റെ രസം എന്ന് വെച്ചാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അനിയത്തിമാർ ഇത്രയും വലുതായി. കുഞ്ഞ് അനിയത്തിമാരായിരുന്നു. അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ഒരാൾ 15.5 വയസ്സും ഒരാൾ 17.5 വയസ്സും വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒപ്പം ആയപ്പോഴത്തേക്ക് ഭയങ്കര ഫണ്ണാണ്. അത് ഒന്നും പറയണ്ട, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫണ്ണാണ്. ഇപ്പം അവർ ഇത്ര തോളത്തോട് ഇട്ട് നടക്കാനും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കുറേ സീരീസ് ഒന്നിച്ച് കാണാനും ഒക്കെ പറ്റുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര വഴക്കാളികളുമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ എടുത്തിട്ടിരിക്കും. എൻ്റെ ചാനൽ അവർ കാണത്തില്ല. അത് കോമഡി. അവർക്ക് ബോറടിക്കുന്നത്. അവർ ജെൻസീസാണ്, നിങ്ങൾക്ക് മിലീനിയമാണ്. സോ അതുകൊണ്ട് അവരുടെ വൈബ് പിടിക്കാൻ ഇച്ചിരി പാടാ. പക്ഷെ വൈബ് പിടിച്ച് വരുന്നു. അങ്ങനെ ഇത് ഭയങ്കര ലാഗായിരിക്കും കേട്ടോ ഈ വീഡിയോ. ബിക്കോസ്
എന്നെ മാത്രം കണ്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, ഇത് മാത്രം. ബജിക്കടയൊക്കെ അടുത്ത ദിവസമായിട്ട് ആ ഭാഗം അവിടുത്തെ ബജിയൊക്കെ കഴിച്ചു നോക്കാം. എന്താണെന്ന് ആൾക്കാർ ലൈറ്റ് അങ്ങ് ഇട്ടിട്ട് വരുക, ഒട്ടും ഡിങ്ങിയിട്ട് തന്നെ. ഇങ്ങനൊക്കെ ഓടിച്ചാൽ എങ്ങനെയാ? ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് കണ്ണു കാണണ്ടേ? അവർക്ക് തന്നെയല്ലേ അപകടം? എനിക്ക് പറ്റില്ല. എന്നിട്ട് വേണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കാറ് എടുത്ത് ഒഴിക്കാൻ. കൈ തന്നിട്ടില്ല ഗായ്സ്, കൈ തന്നിട്ടില്ല. ഞാൻ ഇതിൽ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് സ്വിഫ്റ്റിലാണ് ഓടിക്കുന്നത്. ഇതിൽ ഓടിച്ച് പഠിക്കാം. നമുക്ക് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ തരാൻ പറ്റും? നമുക്ക് താറില ഗിയറൊക്കെ ഇട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് ഓടിച്ചാലേ എനിക്കൊരു വൃത്തി വരത്തുള്ളൂ. ഒരു ഡോഗൊക്കെ ഒന്ന് പോയി ഡ്രൈവിംഗ് സീറ്റ് വെക്കണം. എനിക്ക് ഈ പാസഞ്ചർ സീറ്റ് ഇരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ വളവെത്താറായി. കണ്ണ് കാണുന്നില്ല ഗൈസ്, കണ്ണ് കാണുന്നില്ല. ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ മിന്നാമിനിങ് വെട്ടമേ ഉള്ളൂ. സോ മിന്നാമിനിങ് വെട്ടത്തൂടെ പോവാണ്. ഇന്ന് ബിസി റോഡായ പുത്തൻകാവിൽ കൂടെ പോവണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർ വരുന്നൊന്നും കാണത്തില്ല. ഈശോയെ, ഈ ഓപ്പോസിറ്റ് വരുന്നവർ ഭയങ്കര ബ്രൈറ്റ് ഇട്ടേക്കുന്നത് കൊണ്ടാണെന്നേ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരത്തില്ല. ഓപ്പോസിറ്റിൽ വരുന്നവർ ഭയങ്കര ബ്രൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. ഇനി തീരെ വെട്ടമില്ലാത്ത റോഡാണ്. ആ റോഡിൽ കൂടെ പോവാം. എന്തുവായാലും അതുക്കും വരെ ഇങ്ങനെ ഫുള്ള് വാചകം അടിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുറച്ചൊരു നേരം നിങ്ങൾക്ക് ബോറടിച്ചാൽ മതിയല്ലോ, ഇത്രയൊക്കെ കേട്ടാൽ മതിയല്ലോ. ഇനി അത് ഇത് അനിയത്തെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോറി പറയാം. എന്തെങ്കിലും സ്റ്റോറി അവൾ ഉണ്ടാക്കും. അങ്ങനെ എൻ്റെ അനിയത്തി വന്നിരിക്കുന്നു. മൈ സിസ്റ്റർ, ഒരു ഹൈ കാണിച്ചേ, ഒരു ഹൈ കാണിക്കുന്നു. എടി കഷ്ടമുണ്ടടി, ഒരു ഹായ് കാണിക്കേ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഓ, ഈ പെണ്ണിന്റെ കാര്യം ഒക്കെ നാണാ. കഥ ഇപ്പൊ എന്താ ഇത്ര നേരത്തെ വ്ളോഗോ? അപ്പൊ ശരി ഗൈസ്, ഞാൻ വണ്ടി എടുത്ത് ദേവി അമ്മച്ചെടുത്തോട്ട് പോവുക. നല്ല കോമഡി വ്ളോഗാണ്, പക്ഷെ ഐ ഗോട്ട് നോ ഓപ്ഷൻ. എനിക്കിങ്ങനൊക്കെ എടുക്കാനേ അറിയത്തുള്ളൂ ഗൈസ്. എനിക്ക് സോറി, വലിയ പ്രൊഫഷണൽ ഒന്നുമല്ല. അയ്യോ, അവിടുന്ന് ഒരു വണ്ടി വരുന്നേ. വണ്ടി മാറ്റിത്താ ചേട്ടാ, എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല ചേട്ടാ, പുറകോട്ട് എടുക്കാൻ അറിയത്തില്ല ചേട്ടാ. നമ്മളിത്ര അങ്ങോട്ട് ഒരു മാനേഴ്സ് വെച്ച് അവരാണ് സ്ഥലം വന്നിട്ടുണ്ടെന്ന് അവർ കാണിക്കും. എന്റെ കുഞ്ഞു ചേട്ടാ, എനിക്കിത് വെച്ച് കൂട്ടില്ല. ആ ഓക്കെ, ഒരു ചേട്ടൻ അകത്തും. ആ ചേട്ടനെ ഞാൻ ഒന്നും ചെയ്തത് ഉപദ്രവിക്കാൻ മാട്ടായി ചേട്ടാ. ജെസിയാൻ്റെ അടുത്ത് പോണ്ടേടാ. അത് ഇത് കഴിഞ്ഞ് വന്നിട്ട് പോ. ഒരു പ്ലേ 1 hour നമുക്ക് ബാഡ്മിന്റൺ കളിക്കാം. What do you say? What? ഒന്നുമില്ല, ഇത് ഫസ്റ്റ് ടൈം അത് പോകാറില്ല. ഞാൻ നീ ഉണ്ടായിരുന്നു കഴിഞ്ഞാലും പോസ്റ്റ് ചെയ്തില്ലേ മണ്ടത്ത്? ഇത് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡ് ഗൈസ്, ഇത് ഇടരുതെന്ന് ഞാൻ പറഞ്ഞേ. ഓ പെണ്ണെ, അവിടുന്ന് ഞാൻ അവിടുന്ന് തുടങ്ങിയത്. എന്റെ പാട്ട് കട്ട് ചെയ്ത് കളഞ്ഞാ പോലെ, എടുത്തത് കട്ട് ചെയ്ത് കളഞ്ഞാ പോലെ. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് കള്ളം കാണിക്കത്തില്ല. UAE പോയിട്ട് അച്ഛനോട് ചെയ്തോണ്ട്. ഇതാണ് എന്റെ 18 വയസ്സിന് ഇളയുള്ള സിസ്റ്റർ. 17 17 അല്ല 17.5. Just imagine guys my condition.
ഈ ജെൻസീസിന്റെ കൂടെ ഒക്കെ ജീവിക്കേണ്ട വല്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര അവസ്ഥ. കുണ്ടുകുഴിയും ചേട്ടനെന്തോ മാങ്ങ പറിക്കുവാണ്. ഓ കൊന്ന പറിക്കുന്നു. ഓ നോ, എനിക്ക് കാണിക്കൊന്ന വേണം. ചീപ്പായിട്ട് കിട്ടുമെന്നൊക്കെ. അവിടെ ചേച്ചിയിലവിടെ പറിച്ചു വെച്ചിട്ടുണ്ടോ ആവോ. അത് പോവും, അത് പോവും. എന്തായാലും അത് പോകും, ഇത് പോകും. അയിമണ്ണൊക്കെ എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകുമ്പോ ഞാൻ നിങ്ങളെ അത് സഹായിച്ചിരിക്കുന്നു. പോകും. എന്തായാലും ഇപ്പൊ ആ ചേട്ടന്മാരെല്ലാം ആ കണിക്കൊന്ന അല്ലടി മണ്ടത്തി. അല്ല ഞാൻ പറയുവാ, ഇനി നമുക്ക് ഇല്ലെന്ന് അവിടെ ഡോണ്ട്, ആ ടാസ്ക് നിങ്ങൾ എടുക്കരുത്. ഞാൻ റൂൾസ് നോക്കി ഓടിക്കത്തോളൂ. അത് പണ്ടത്തെ മാടക്കടയാണ്. ഗായ്സ്, എനിക്ക് നിങ്ങളെ എല്ലാവരും കാണിക്കണമെന്ന്, പക്ഷെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. എന്നോട് ക്ഷമിക്കൂ. അങ്ങനെ നമ്മള് ദേൻസിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. എനിക്ക് കൊന്നപ്പൂ വേണം, കൊന്നപ്പൂ വേണം. അതായത് തുള്ളി കളിക്കുന്നത് പറഞ്ഞിരുന്നു. ഇതാരാണ്? വേറെ ആരൊക്കെ ഉണ്ട്? ആ പാട്ടും കൊണ്ട് ആടി നടക്കുന്നത്. Somebody else is there. അപ്പൊ പറയാം, കുട്ടിപ്പട്ടാളത്തിന്റെ കളി കഴിഞ്ഞു, ഇനി വലിയ പട്ടാളത്തിന്. എന്റെ പൊന്നു പിള്ളേരെ, മാറി നിൽക്കു പിള്ളേരെ. ഓക്കെ ഗായ്സ്, അപ്പം പിന്നെ കാണാം. See you.